ഹലോ, എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ കപ്പ ബിരിയാണിയാണ്. സാധാരണ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് ബീഫ് വെച്ചിട്ടാണ്. എന്നാൽ ഇത് ബീഫ് കഴിക്കാത്തവർക്കും കഴിക്കാൻ പറ്റിയ ചിക്കൻ കൊണ്ടുള്ള ഒരു കപ്പ ബിരിയാണിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കപ്പ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കപ്പ ബിരിയാണി ഉണ്ടാക്കാനായി ഞാനിവിടെ 1.5 കിലോ കപ്പ നുറുക്കിയെടുത്തിട്ടുണ്ട്. 1.5 കിലോ കപ്പയ്ക്ക് 1 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു തേങ്ങ ചിരകി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കപ്പ വേവിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ കപ്പ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കപ്പയ്ക്ക് മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം കപ്പ വെന്ത് കഴിഞ്ഞ് നമ്മൾക്ക് ഇതിൽ നിന്ന് വെള്ളം ഊറ്റിക്കളയേണ്ടതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. കപ്പ വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. പെരിഞ്ജീരകവും വെളുത്തുള്ളി ചതച്ചതിലും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഈ തേങ്ങ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോ തേങ്ങയെല്ലാം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊന്ന് മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് കപ്പയെല്ലാം നന്നായി വെന്ത് ഞാൻ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ 2 വിസിൽ അടുപ്പിച്ചത് കൊണ്ട് തന്നെ കപ്പ നന്നായി വെന്തുടഞ്ഞു വരുന്ന പാകത്തിലായിട്ടുണ്ട്. കപ്പ ബിരിയാണിക്ക് എപ്പോഴും ഈ ഒരു പാകമാണ് നല്ലത്. ഇനി നമ്മൾക്ക് ചിക്കൻ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനൊരു ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി ഒന്ന് വഴന്നു വരുമ്പം ഇതിലേക്ക് നമ്മൾക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരച്ച പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകും 10 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയുമാണ് ചതച്ചെടുത്തത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞും ചേർക്കാവുന്നതാണ്. ഇനി ഇതിന്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോ സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി പേസ്റ്റും എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഞാനെല്ലാം ടീസ്പൂണിലാണ് പറയുന്നത്, ടേബിൾ സ്പൂൺ അല്ല. അതേപോലെ തന്നെ 3 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം.
പച്ചമണം മാറുന്നത് വരെ ചെറുതീയിൽ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഞാനിവിടെ 1 കിലോ ചിക്കൻ്റെ അളവാണ് പറയുന്നത്. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ ചേർക്കാം. തക്കാളി വെന്തുടയേണ്ട കാര്യമൊന്നുമില്ല, ചിക്കൻ്റെ കൂടെ തന്നെ കിടന്ന് വെന്തുടഞ്ഞോളും. ഇനി നമ്മൾക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമ്മൾക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ആ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായി പിടിച്ചു വരുന്നത് വരെ നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾക്ക് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ചിക്കനിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. നമ്മൾ ഓൾറെഡി കപ്പ ഉപ്പ് ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇവിടെ കിട്ടുന്ന ചിക്കനിൽ നിന്ന് അധികം വെള്ളം ഇറങ്ങി വരാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 1 കപ്പ് വെള്ളം ചേർത്തത്. നിങ്ങൾക്ക് ചിക്കനിൽ നിന്ന് അധികം വെള്ളം വരുന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പോ 1/2 കപ്പോ വെള്ളം ചേർത്താൽ മതിയാവും. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി അടച്ചു വെച്ച് ചിക്കൻ നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾക്ക് ചിക്കൻ നന്നായി വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്ത് ഒരു സെമി ഗ്രേവി പരുവത്തിലായിട്ടുണ്ട്. ഇതുപോലെ മതി. ഇനി നമ്മൾക്ക് ഒരുപാട് ഗ്രേവി വറ്റിച്ചെടുക്കേണ്ട കാര്യമില്ല. കപ്പ ബിരിയാണിക്ക് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കൻ കറിയാണ് നമ്മൾക്ക് ആവശ്യം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ തന്നെ നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കപ്പയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ കപ്പയിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ബിരിയാണി ടേസ്റ്റ് വരും ഇങ്ങനെ ഗരം മസാല ചേർത്ത് കൊടുക്കുമ്പോൾ. കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങ വറുത്തത് എത്രത്തോളം ചേർത്താലും അത്രയും ടേസ്റ്റാണ് കപ്പ ബിരിയാണിക്ക്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ്റെ ഗ്രേവി കപ്പയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കണം. കപ്പ നല്ലവണ്ണം വെന്ത് ഉടഞ്ഞതായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ പകുതിയൊക്കെ നന്നായി ഉടഞ്ഞു വരികയും ചെയ്യും. ഇപ്പോൾ കപ്പയും ചിക്കനും നമ്മൾ വറുത്തെടുത്ത തേങ്ങയും എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വെച്ചിട്ടുള്ള ഈ കപ്പ ബിരിയാണി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.